ഹലോ ഗായ്സ്, സോ വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് റിയോ ക്രൈം സിറ്റിയുടെ പുതിയൊരു വീഡിയോ ആയിട്ട്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഡേഞ്ചറസ് വില്ലനെ തട്ടാൻ പോകണം. ഇത് ഇന്ന് അവൻ്റെ അന്ത്യമാണ്. സോ അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഡേഞ്ചറസ് വില്ലൻ ആരാന്ന് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം. നമ്മുടെ വണ്ടി അടിച്ചു മാറ്റിക്കൊണ്ട് പോയവനാണ്. ഇന്നലെ നമുക്ക് അവൻ്റെ കയ്യിൽ നമ്മുടെ ബൈക്ക് മാത്രമേ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ കാർ ഇപ്പോഴും അവൻ്റെ കയ്യിലാണ്. അവൻ എന്തോ ചെയ്യുന്നൊന്നും അറിയത്തില്ല. ഇതിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് വെച്ചേക്കാം. പിന്നെ ബെല്ലേക്കാണ് ഓൾ ഇടാൻ മറക്കല്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ജെർമിയുടെ വീട്ടിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിലാണ് പോകുന്നത്. എന്തായാലും ഞാൻ ബൈക്ക് എടുക്കുന്നില്ല, കാരണം ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും എന്താ അടിച്ച് പൊട്ടിച്ച് കളഞ്ഞാലേ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് വേറൊരു ഈ ഒരു വണ്ടിയിലാണ് എന്തായാലും അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ജെർമിയുടെ വീട്ടിലോട്ട് പോകാം. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഗൺസ് എടുക്കാറുണ്ട്. ജെർമി നമുക്ക് കുറച്ച് ഗണ്ണും അതൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് മേടിക്കാനാണ് എന്തായാലും അവൻ്റെ വീട്ടിലോട്ട് നൈസായിട്ട് പോകുന്നത്. അപ്പോൾ അവൻ്റെ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഗൈസ്. പിന്നെ ഗൈസ്, നമ്മുടെ ജെർമി ഇന്നലെ നമുക്ക് ഡേഞ്ചറസ് വില്ലിൻ്റെ ട്രാക്കർ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മാപ്പിൽ ചുവന്ന ലൈറ്റ് കാണാമല്ലോ, അവിടെയാണ് നമ്മുടെ ഡേഞ്ചറസ് വില്ലുള്ളത്. അപ്പോൾ നമുക്ക് ജെർമി ഇന്ന് നമുക്കൊരു ട്രാക്കർ തന്നായിരുന്നു. സോ അപ്പം പിന്നെ ക്രിസ്മസ് ഒക്കെ ആയിട്ട് എന്താ പണി? എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വീട്ടിൽ ചോറിയും കുത്തി ഇരിപ്പ് തന്നെയാണ്. എന്നാലും ഞാൻ വീഡിയോ എടുക്കുന്നില്ല ഗൈസ്, അതൊരു പണിയല്ലേ. ഏത് മറ്റേത് ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അവൻ്റെ സ്ഥലം ഒന്ന് മാപ്പിൽ മാർക്ക് ചെയ്തോട്ടെ. ഇവിടെയാണ് അവ ഉള്ളത്. നൈസായിട്ട് നമുക്ക് അവിടെ പോവാം. ഇവിടെ അടുത്താണ്, ഇങ്ങോട്ട് കയറിയാൽ മതി. അപ്പം നമുക്കൊരു ഇടിവെട്ട് തോക്കുകളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് നിൽക്കുന്നുണ്ടോ അവൻ. അപ്പോൾ എന്തായാലും കയറി ഒന്ന് സംസാരിക്കട്ടെ. നമ്മുടെ വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് അവൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം എന്തൊക്കെ ഗണ്ണുണ്ടെന്ന്. ഓക്കെ, എന്നാലും ഞാൻ ഇങ്ങോട്ടൊന്ന് പാർക്ക് ചെയ്യട്ടെ. എന്നിട്ട് ഞാൻ നേരെ അവൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇതാ വരുന്നു. ഗൈസ്, നമുക്ക് ജെർമി ഇഷ്ടം പോലെ തോക്കുകൾ തന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇടിവെട്ട് തോക്കുകൾ തന്നിട്ടുണ്ട്. ഇത് ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഞാൻ വണ്ടി വെച്ച് അങ്ങോട്ട് ഒതുക്കിയിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത്രയും തോക്കുകളുണ്ട്. വെച്ച് അങ്ങോട്ട് ഒതുക്കിയിട്ട് ഞങ്ങൾക്ക് എല്ലാം ഒരേതായിട്ട് കാണിച്ചു തരാം. ഇന്ന് ഡേഞ്ചറസ് വില്ലിൻ്റെ അന്ത്യമാണ് ഗൈസ്. പിന്നെ കുറേ ആർമറും അതും ഇതൊക്കെ അവൻ തന്നിട്ടുണ്ട്. എന്നാലും ഇന്ന് നമ്മളെന്തായാലും അവിടെ പോയി തട്ടിയിരിക്കും. സോ അപ്പോൾ ഇതൊക്കെയാണ് എന്തായാലും അവൻ തന്ന ഗൺസ് വന്നത്. മിസൈലുണ്ട്, അതുപോലെ മിഷീൻ ഗണ്ണുണ്ട്, ഇലക്ട്രിക് ഗണ്ണുണ്ട്. മണ്ടേ കാണില്ലേ, അത് ഇലക്ട്രിക് ഗണ്ണാണ്. പിന്നെ റൈഫല്, ഷോട്ട് ഗണ്ണ്, SMG, പിസ്റ്റൽ, അങ്ങനെ കുറേ തോക്ക് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, അത് കുറച്ച് മെറ്റൽ ഇതും ചട്ടിയും ഇതൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ വേറെ കുറച്ച് ഗൺസും എക്സ്ട്രാ ഉണ്ട്. ഇന്ന് അവൻ്റെ അന്ത്യമാണ്. ഇത്രയും തോക്കുകളുണ്ട്. ഇന്ന് നമ്മൾ നേരെ അവനെ പോയി തട്ടാൻ പോവാണ്. അപ്പോൾ അവ ഉള്ളതെന്ന് വെച്ചാൽ ഇത്തിരി ദൂരത്താണത്. ആ മലയുടെ സൈഡിൽ കണ്ടോ, അവിടെയാണ് നമ്മുടെ ട്രാക്കർ കാണിക്കുന്നത്. അപ്പോൾ അങ്ങ് വരെ നമുക്ക് പോകണം. നമുക്ക് മാപ്പിലൊന്ന് ലൊക്കേറ്റ് ചെയ്യാം. ഈ ഒരു സൈഡായിട്ടാണ് അവ ഉള്ളത്. അപ്പോൾ ഇച്ചിരി ദൂരമുണ്ട്, നല്ല ദൂരമുണ്ട് എന്തായാലും. അപ്പോൾ അവിടെ വരെ നമുക്ക് വണ്ടി ഓടിച്ച് പോകണം. ഓക്കെ, എന്നാലും നമുക്ക് പോകാം. നമുക്ക് സീനൊന്നുമില്ല, നമുക്ക് പോകാം ഗൈസ്. പിന്നെ ഗൈസ്, വേറൊരു കാര്യം പറയാനുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എപ്പിസോഡായിരിക്കും ഈ ഗെയിമിൻ്റെ ഫൈനൽ എപ്പിസോഡ്. ഞാൻ എന്തോ ഈ ഒരു എപ്പിസോഡ് ഇത്ര പെട്ടെന്ന് നിർത്താൻ കാരണം എന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ ഈ ഗെയിമിൽ ഈ തോക്കുകളൊക്കെ കണ്ടില്ലേ, ഈ കാണുന്ന തോക്കുകളൊക്കെ ഗ്രൈൻഡ് ചെയ്തെടുത്തപ്പോൾ ഇഷ്ടം പോലെ സമയമായി. എനിക്ക് കളിച്ച് നല്ലപോലെ പ്രാന്ത് വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി അങ്ങോട്ട് കളിക്കാനൊരു ഇതില്ല. ഗെയിം കളിച്ചൊരു ബോറ് പോലെ ആയി. അതുപോലെ ഇതിനകത്തുള്ള മെഷീൻസും സ്റ്റോറി മോഡും എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് ഇങ്ങോട്ട് കളിക്കാൻ ഒരു താല്പര്യമില്ല. പക്ഷേ നമ്മൾ ഇതിനേക്കാളും കിടന്ന ഗെയിംസൊക്കെ ആയിട്ട് ഇനി വരും ഗൈസ്. നമ്മൾ പേടിക്കണ്ട, ഇതിനേക്കാളും കിടന്ന ഗെയിംസൊക്കെ ആയിട്ട് വരും. അതുപോലെ ഈ ഗെയിംസിൽ വലുതായിട്ട് വ്യൂസും അധികം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ ഗെയിംസ് ഞാൻ പെട്ടെന്ന് നിർത്താമെന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ എന്നാലും നമ്മുടെ ഡേഞ്ചറസ് വില്ലിൻ്റെ സ്ഥലം എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ മലയുടെ മണ്ടയ്ക്കാണ്. ഈ പാലം കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ ഈ മലയാണ്. ഇത് നമ്മുടെ ഈ സിറ്റിയിൽ കുറച്ച് വലിയൊരു മലയാണ്. ഈ മലയുടെ മണ്ടയിലോട്ട് നമുക്കിനി കയറി പോകണം. പിന്നെ ഇങ്ങോട്ട് വരാൻ നമ്മൾ സംസാരിച്ച് വന്നുകൊണ്ട് അധികം ദൂരം തോന്നിച്ചിട്ടില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ ഇതിൻ്റെ മണ്ടയിലാണ് നമ്മുടെ GPS കാണിക്കുന്നത്. എനിവേ ഗൈസ്, നമ്മൾ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ കയറിയാൽ മതി. ഇത് കണ്ടോ, സ്ഥലം എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഡേഞ്ചറസ് വില്ലിൻ്റെ ആണെന്ന്. ഓക്കെ, അവിടെയാണ് നമ്മുടെ GPS കാണിക്കാൻ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഡേഞ്ചറസ് വില്ലൻ അവനാണെന്ന് തോന്നുന്നു. അവനെ ചുറ്റി പോലീസൊക്കെ നിൽപ്പുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. നമുക്ക് നമ്മുടെ കയ്യിൽ ഗണ്ണെടുത്തുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ കഴിയും. എന്നിട്ട് നമുക്ക് അവിടെ ആ ഒരു മതിലിൻ്റെ അവിടെ കവർ ചെയ്ത് നോക്കാം എന്തോ ചെയ്യുന്നതെന്ന്. ഗൈസ്, അവനെ ചുറ്റി വലിയ പോലീസൊക്കെ നിൽപ്പുണ്ട്. ഇത് കണ്ടോ, നമുക്ക് നമ്മുടെ ഗണ്ണെടുത്ത് കൈ പിടിക്കാം. ഇപ്പോഴേ അവനെ ചെന്ന് അടിക്കുന്നത് സേഫ് ആണോന്ന് എനിക്കറിയത്തില്ല. എന്നെ ചുറ്റി നല്ല പോലീസൊക്കെ നിൽപ്പുണ്ട്. നമുക്കൊന്ന് നമുക്ക് എന്തായാലും കയറി ചെല്ലാൻ കഴിയും. നമുക്കൊരു നല്ല അത്യാവശ്യം നല്ല ഗണ്ണെടുക്കാം. നമുക്ക് അവിടെ ഇലക്ട്രിക് ഗണ്ണ് അങ്ങ് എടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഗണ്ണ് എടുത്തിട്ട് നമുക്ക് നേരെ കയറി ചെല്ലാം. ഇങ്ങനെ തീർക്കോടാ ഡേഞ്ചറസ് ഇല്ല, ഇങ്ങനെ നോക്കിക്കോടാ. എന്തോ, നീ എൻ്റെ വണ്ടി നശിപ്പിച്ചോ? ഇന്ന് നിൻ്റെ അവസാനമായിരിക്കോടാ ചെറുക്കാ. ഇപ്പം നീ നോക്കിക്കോടാ. അവനെ ചേർത്ത് ചെന്ന് അടിക്കുക. അവൻ്റെ വണ്ടി നശിപ്പിച്ചെന്നാണ് പറഞ്ഞത്. നിൽക്കി നീ പറഞ്ഞപ്പോൾ കൊടുക്കുക. ഈ ഗണ്ണെടുത്ത് കൊടുക്കുക. ചവിടോ. ഇതാരാ ഇപ്പുറത്താരാ? ഇതവൻ്റെ ശിങ്കടികളാണെന്ന് തോന്നുന്നു. അടിച്ച് പറത്തു. അങ്ങനെ ഓടിപ്പോന്നവനല്ലടാ ഈ ന്യൂസ് പറ്റി. നിന്നെ ഇന്ന് കൊന്നിട്ടേ ഞാൻ പോടാ.
നീ നോക്കി വെച്ചോ. ഈ ഗൈസ് ഇവന്മാരെ ഒന്ന് തീർത്തോട്ടെ, എന്നിട്ട് നമുക്ക് അവനെ തട്ടാം. ഗൈസ് അവൻ്റെ ഹെൽത്ത് നിങ്ങൾക്ക് മണ്ടേ കാണാമായിരിക്കും. നമ്മൾ ആ ഇലക്ട്രിക് ഗണ്ണ് വെച്ച് അടിച്ച് മൊത്തം കളഞ്ഞു. ഗ്രനേഡൊക്കെ ഇടുന്ന ഗൈസ് അവൻ. ഇവൻ പറയുന്നല്ലോ ഗൈസ് ഇച്ചിരി ഡേഞ്ചറാണ്. നമുക്ക് അവൻ ഈ ഗണ്ണ് വെച്ച് വെടി വെച്ച് പോയിക്കാം. അവൻ്റെ തലക്കടി. ഇത് വീണ്ടും ഗ്രനേഡ്. ഈ ഇവനെ പിടിച്ച് ഇവൻ ഗ്രനേഡിട്ട് എറിയുവാണ്. എന്തൊക്കെയായാലും ഇവനെ ഒന്ന് തട്ടിയിട്ടേ പോവുക ഗൈസ്. ഞാൻ സത്യപ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവന്മാരാണ് ശല്യം, അവൻ്റെ ശിങ്കിടികൾ. ഇവനെയൊക്കെ ആദ്യം ഒന്ന് തീർത്തിട്ട് അവനെ തീർക്കാം ഗൈസ്. തീർന്നോ ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, മിസൈൽ എടുത്ത് ചേടാ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മിസൈൽ എടുക്കാം ഗൈസ്. എന്നിട്ട് ഒറ്റ എണ്ണം കൊടുക്കാം. അപ്പോൾ അവൻ കിടക്കും. ചോടോ എന്നാ വെടി. അത്രേ ഉള്ളൂ, ചത്ത്. ഗൈസ് നമ്മൾ അവനെ ഇങ്ങനെ കൊന്നിട്ടുണ്ട്. യു ബീറ്റ് മീ ദിസ് ടൈം ബട്ട് ഐ വിൽ ബാക്ക് സൂൺ ആൻഡ് വി സീ വു വിൻസ്. വില്ലൻ നീ പോടാ, നീ തിരിച്ചു വന്നാലും നിന്നെ ഞാൻ തട്ടിയിട്ടേ പോകും. ഗൈസ് അങ്ങനെ നമ്മൾ ഡേഞ്ചറസ് വില്ലനെയും തട്ടി. അവൻ എല്ലാവരുടെയും നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയ പൈസയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാം. സോ ഇനി നമുക്ക് വേറെ വണ്ടി എടുത്ത് നമ്മുടെ സിറ്റിയിലോട്ട് പോകാം. അങ്ങനെ ഡേഞ്ചറസ് വില്ലൻ എന്ന് പറയുന്നൊരു മാരക ശല്യത്തിന് നമ്മുടെ സിറ്റിയിൽ നിന്ന് നമ്മൾ ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മൾ പോവുകയാണെങ്കിലും വരുവാണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടേ പോകും ഗൈസ്. അത്രയേ ഉള്ളൂ, അതൊക്കെ അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വേറെ നമ്മുടെ സിറ്റിയിലോട്ട് ഇറങ്ങി പോകാം. അങ്ങനെ ഡേഞ്ചറസ് വില്ലനെയും തട്ടി നമ്മുടെ സിറ്റിയിൽ നിന്ന് നമ്മളിന്ന് പോകാൻ പോവാണ്. സോ ഗൈസ് വരക്കം തന്നെ നല്ല രസമായിരുന്നു. ഇനി നമുക്ക് എന്തായാലും വണ്ടി ഇറങ്ങി നടന്നു പോവാം. വണ്ടിയും പോയി, എല്ലാം പോയി. നമുക്ക് നടന്ന് തന്നെ പോകാം ഗൈസ് നമ്മുടെ വീട്ടിലോട്ട്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് വണ്ടി എടുത്തോണ്ടെങ്കിൽ പോയാൽ ഇതെടുത്താൽ ആ ബൈക്ക് എടുക്കാം ഗൈസ്. ഇതേതാ ബൈക്ക്? ഇത് എൻ്റെ പോലെ തന്നെ ഒരു KTM ആണ്. അപ്പോൾ നമുക്കിതെടുക്കാം. ചേട്ടാ ഇതെടുത്തു കഴിഞ്ഞാൽ പോലീസ് കേസ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയായാലും നമുക്കങ്ങ് എടുത്തേക്കാം. ചേട്ടാ ഒന്ന് മാറുമോ? ഇല്ല ഗൈസ്, അപ്പം നമുക്കങ്ങ് എടുത്തേക്കാം. ഓനോ പോലീസ് കണ്ട് ഓടിക്കോ. കൊള്ളാം ഗൈസ്. അങ്ങനെ പോലീസും കണ്ട് അടുത്ത പ്രശ്നവും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എവിടെ പോയാലും പ്രശ്നങ്ങളാണ് എൻ്റെ പുറകെ വരും. ഈ ബൈക്കിനൊരു കൺട്രോളില്ല ഗൈസ്. അങ്ങോട്ട് വളയ്ക്കുമ്പോൾ അങ്ങോട്ട് കയറി പോകുന്നുണ്ട്, അടുത്തടുത്തവർ കയറി പോകുന്നു. ഒരു കൺട്രോളില്ലാത്തൊരു ബൈക്കാണിത്. ഈ ബൈക്ക് ഇവിടെ ഇട്ടിട്ട് വേറെ ഏതെങ്കിലും വണ്ടി എടുത്തേ പറ്റും. ഓക്കെ, അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. നമുക്ക് ഈ ബൈക്ക് ഇവിടെ ഇട്ടിട്ട് ആ വണ്ടി പോയി എടുക്കാം. ഞാൻ നേരത്തെ എടുത്തുകൊണ്ട് വന്ന പോലത്തെ വണ്ടിയാണ്. അതിന് മുന്നേ ഞാൻ ഈ പോലീസിനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഒഴിപ്പിക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പുറകെ വരുമാർ. ഗൈസ് അങ്ങനെ നമ്മൾ പോലീസിനെ ഒഴിപ്പിച്ച് എല്ലാ പ്രശ്നങ്ങളും കഴിച്ചു. സമയം ഇപ്പോൾ ഏകദേശം 9:30 ആയിട്ടുണ്ട് നമ്മുടെ ഗെയിമിൽ. സോ നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. പിന്നെ ഇവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല. സോ ഗൈസ് അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ ഏകദേശം 100 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഞാൻ പറയുകയാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഇങ്ങോട്ട് വേണം ഗൈസ്, എന്നാലേ ഞാൻ ഇനി ഇങ്ങോട്ട് വീഡിയോ ഇടാൻ പറ്റൂ. നിങ്ങൾ വീഡിയോയുടെ വ്യൂസ് കൂടുന്നതനുസരിച്ച് ഞാൻ പെട്ടെന്ന് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. സോ ഇപ്പോൾ ക്രിസ്മസിൻ്റെ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ ഒക്കെ ഇട്ട് പൊളിക്കാം. സോ അപ്പോൾ ഞാൻ വീടെത്താറായിട്ടുണ്ട്. പിന്നെ ഗൈസ് ഞാൻ വേറൊരു ഗെയിം, ഒരു ഹൊറർ ഗെയിം, ഈ ഒരു ക്രിസ്മസ് വെക്കേഷൻ ഒരു കിടിലൻ ഹൊറർ ഗെയിം ഞാൻ ചെയ്യാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സീരീസ് പെട്ടെന്ന് വരും. ഒരു ക്ലൂ തരാൻ വേണമെങ്കിൽ ഒരു ഹൊറർ ഗെയിമാണ്. അപ്പോൾ അതിൻ്റെ സീരീസ് എന്തായാലും അതിൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. സോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് കയറി കിടക്കാം. ഓക്കെ, നല്ല രാത്രിയല്ലേ, നമുക്ക് കയറി കിടക്കാം. സോ ഗൈസ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഗെയിമിൻ്റെ അവസാനത്തെ വീഡിയോ കൂടെ അല്ലേ. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് കുറേ ഗെയിംസൊക്കെ അങ്ങോട്ട് ചെയ്യും ഗൈസ്. ഇതൊന്നും അല്ല, ഇനി അങ്ങോട്ട് കിടക്കുക. സോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനേക്കാൾ അടിപൊളി ഗെയിമായിട്ട് കാണാം. എല്ലാവർക്കും ബൈ.